ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ എന്താണ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത്. നിങ്ങൾക്കൊരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അപ്ലിക്കൻറ്റോട് കൂടിയിട്ടുള്ളൊരു ബോട്ടിലാണ്. അപ്പം ഇതാണ് നമ്മുടെ ബോട്ടിൽ. ഇതിൻ്റെ 2 സൈസിലാണെന്ന് തോന്നുന്നു അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് നെയിം ഡെർംഡോക് 5% ഗ്ലൈക്കോളിക് ആസിഡ് ബ്രൈറ്റൻ സ്കിൻ ആൻഡ് ട്രീറ്റ് ഡിസ്കളറേഷൻ. അണ്ടർ ആം ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഇതിനകത്ത് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഗ്ലൈക്കോളിക് ആസിഡാണ്. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് മെയിനായിട്ടും ഒരു AHA ആണ്, അതായത് നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ആക്കിയിട്ട് ആ ഒരു ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അൺഈവൻ ആയിട്ടുള്ള സ്കിൻ മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് മെയിനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് മെയിനായിട്ടും കൊടുത്തുള്ളത് നമ്മുടെ അണ്ടർ ആമിലുള്ള ഡാർക്ക്നെസ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉള്ളത്. പക്ഷേ അതല്ലാതെ തന്നെ നമ്മുടെ എൽബോസിലുള്ളതും നീസിലുള്ളതും അല്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ കഴുത്തിൻ്റെ ചുറ്റുമായിട്ടും ചെറിയ ഡാർക്ക്നെസ്, അതായത് പിഗ്മെൻറ്റേഷൻ പോലെ വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഗ്ലൈക്കോളിക് ആസിഡ് അല്ലാതെ ഇതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ അലോവേര എക്സ്ട്രാക്റ്റ് ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പാരബിൻ ഫ്രീ ആണ് കൊടുത്തിട്ടുണ്ട്, ആൽക്കഹോൾ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ക്രുവാലിറ്റി ഫ്രീ ആണ്. പിന്നെ ഇതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 5% ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഫാസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അണ്ടർ ആംസിന് മാത്രമല്ല നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും അതുപോലെ തന്നെ ചിലർക്ക് ഇവിടെയൊക്കെ നല്ല ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പം നിങ്ങളത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഈവനായിട്ട് നമ്മുടെ സ്കിന്നെ ഫുൾ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും പെട്ടെന്നൊരു റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റ് അല്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ആ ഒരു ഡിസ്കളറേഷൻ കുറയണതായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അൺഈവൻ ആയിട്ടുള്ള സ്കിന്ന് മാറി കുറച്ചും കൂടെ ഈവൻ സ്കിൻ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചിലവരുടെ സ്കിൻ മെയിൻലി ഇപ്പോൾ അണ്ടർ ആംസിലൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കും, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കില്ല. അപ്പം അതൊക്കെ ഒന്ന് കുറച്ചും കൂടെ മാറ്റാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടെ സ്മൂത്ത്നെസ്സും ആ ഒരു നോർമൽ സ്കിന്ന് പോലെ കുറച്ചൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാൻ ഞാൻ ജസ്റ്റ് ഇവിടെ സ്പ്രേ ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണിത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് പ്രൊഡക്റ്റ് കിട്ടും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന് ലൈറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല് മാത്രമേ ഉള്ളൂ. ഒട്ടും സ്റ്റിക്കി അല്ല. നമുക്ക് എന്താ പറയുക, കംഫർട്ടബിളായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാം. അണ്ടർ ആംസിലൊക്കെ ചില പ്രൊഡക്ട്സൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസിയാണ്. വെള്ളം എങ്ങനെയാണോ അപ്ലൈ ചെയ്യണം അതേ ഒരു സെയിം രീതി തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. അപ്ലൈ ചെയ്യാനും ഈസിയാണ്. ജസ്റ്റ് സ്പ്രേ ചെയ്യുക, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് എവിടെയാണോ ഡാർക്ക്നെസ് ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ ഏത് സ്കിന്നാണോ ട്രീറ്റ് ചെയ്യേണ്ടത് ആ ഒരു പ്ലേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ജസ്റ്റ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ മാത്രം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജീസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താ റിസൾട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മൾ കെയർ ചെയ്യാത്തതുകൊണ്ടും നമ്മൾ മര്യാദയ്ക്ക് ഇതാക്കാത്തതുകൊണ്ടൊക്കെ ചെറുതായിട്ട് നമ്മുടെ സ്കിന്നിലെ ടെക്സ്ചർ മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്ചറൊക്കെ പഴയ പോലെ ആക്കാൻ വേണ്ടിയിട്ട്, അത് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. നമ്മുടെ അണ്ടർ ആണെങ്കിലും നീസ് ആണെങ്കിലും എൽബോസ് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടെ സ്കിൻ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതായത് ആ ഒരു പഴയ സ്കിൻ സെൽസൊക്കെ എക്സ്ഫോളിയേറ്റായിട്ട് കുറച്ചും കൂടെ ഫ്രഷ് സ്കിന്നായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ആ ഒരു ഡ്രൈനെസ്സും ആ ഒരു ടെക്സ്ചറൊക്കെ മാറ്റി കുറച്ചും കൂടെ സ്മൂത്തായിട്ട് സ്കിന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഭയങ്കരമായിട്ട് ബ്രൈറ്റ്നെസ് എന്നുള്ളത് വെച്ചിട്ട് യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ ബാക്കിയുള്ള സ്കിന്ന് എങ്ങനെയാണോ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ ഒരു നീസ് എൽബോസ് അതുപോലെ തന്നെ ഇവിടെയുള്ള സ്കിന്നൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ ബാക്കിയുള്ള സ്കിന്നുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ കുറച്ചും കൂടി ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഞാൻ ടാഗും ചെയ്യാം. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.